നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിലെ വെടിയൊച്ചകൾ ഉടനൊന്നും നിലയ്ക്കില്ലെന്ന് സൂചന. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്നുവന്ന വെടിനിർത്തൽ ചർച്ചകൾ അലസിപ്പിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ പോലും നിലപാടിനെ അംഗീകരിക്കാതെ ഗാസയെ ചുട്ടരിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം. 2 ദിവസങ്ങളായി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഹമാസിന്റെ നിലപാടുകളെ അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ജൂലൈ മാസം 2-ാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാർ സംബന്ധിച്ച നിർദ്ദേശങ്ങളെ അംഗീകരിക്കാൻ ഇസ്രായേൽ ഭരണകൂടം തയ്യാറാകുന്നില്ല. ആ വെടിനിർത്തൽ കരാറിലെ ആ നിബന്ധനകൾ വെച്ചുകൊണ്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഹമാസിന് താല്പര്യമുണ്ടായിരുന്നത്. എന്നാൽ ആ നിലപാടുകളെ അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ അസന്നിഗ്ധമായി വ്യക്തമാക്കിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് വെടിനിർത്തൽ ചർച്ചകൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇസ്രായേലി സേന പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിൻവലിയണം. ഇസ്രായേലി സേന ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയാൽ മാത്രമേ തങ്ങളുടെ പക്കലുള്ള ബന്ദികളെ വിട്ടുകൊടുക്കൂ എന്നാണ് ഹമാസിന്റെ നിലപാട്. നമുക്കറിയാം, എങ്ങനെയും ഒരു വെടിനിർത്തൽ സാധ്യമാക്കുക എന്നുള്ളതാണ് അമേരിക്കയും ഖത്തറും ഹമാസും ഈജിപ്തും അടക്കം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മാസക്കാലം മുൻപ് നടന്ന ചില ചർച്ചകളിൽ ഇസ്രായേലിനെതിരായ ചില നിലപാടുകൾ ജോ ബൈഡൻ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു ഈ വെടിനിർത്തൽ കരാറിലെ നിബന്ധനകൾ. ആ നിബന്ധനകൾ ഹമാസിന് അനുകൂലമായി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെന്ന ആരോപണം അന്ന് തന്നെ ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ആ ആരോപണം ഇപ്പോൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇസ്രായേലി സേന. ഈ കരാറിലെ ഈ നിബന്ധനകൾ മുൻനിർത്തിയുള്ള ചർച്ചകളായിരിക്കും ദോഹയിൽ ഉണ്ടാവുക എന്നാണ് കരുതിയിരുന്നതെങ്കിൽ അതിനു മുമ്പ് തന്നെ, ആ ചർച്ചകൾക്ക് മുൻപ് തന്നെ തങ്ങളുടെ നിലപാട് ഇസ്രായേൽ കൃത്യമായി വ്യക്തമാക്കി. ഈ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടുള്ള ചർച്ചകൾക്ക് ഞങ്ങളില്ല, മറിച്ച് വിശാലമായ കാഴ്ചപ്പാടുകളിലൂടെയുള്ള ചർച്ചകളാണെങ്കിൽ അതിന് ഞങ്ങൾ സമ്മതമാണെന്ന് ഇസ്രായേലിന്റെ പ്രതിനിധികളായി പങ്കെടുത്ത ആളുകൾ ഇസ്രായേലിന്റെ ഏറ്റവും സുപ്രധാനരായ വ്യക്തികളാണ്. ഒന്ന് മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയ, രണ്ടാമത്തെയാൾ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോനൻ ബാർ, മറ്റൊരാൾ മിലിറ്ററി ഹോസ്റ്റേജ് ചീഫ് നിറ്റ്സാൻ അലോൺ എന്നിവരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഈ നിബന്ധന ഇസ്രായേൽ മുന്നോട്ട് വെച്ചതോടെ ചർച്ചയിൽ നിന്ന് ഭാഗികമായി ഹമാസ് വിട്ടുനിന്നു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ഹമാസിന് വേണ്ടി സംസാരിക്കാൻ അവിടെ ഇറാൻ ഉണ്ടായിരുന്നു, ഖത്തർ ഉണ്ടായിരുന്നു, ഈജിപ്ത് ഉണ്ടായിരുന്നു. ഹമാസിന്റെ നിലപാടുകൾ കൃത്യമായി അവർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ മറുഭാഗത്ത് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇസ്രായേൽ നിന്നതോടുകൂടി തന്നെ ചർച്ച വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകാതെ അലസിപ്പിരിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പുതിയ ചില നിബന്ധനകളും പുതിയ ചില മാനദണ്ഡങ്ങളും സഖ്യരാജ്യങ്ങൾ ചേർന്ന്, അതായത് മധ്യസ്ഥ രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയിട്ട് അതിന് മേൽ ഇനിയൊരു ചർച്ച നടത്താമെന്നാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. എന്നാൽ ഇത് ഇസ്രായേലിന്റെ തന്ത്രമാണെന്നാണ് ഹമാസിന്റെ ആരോപണം. ഇങ്ങനെ വെടിനിർത്തൽ ചർച്ചകൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയും ആക്രമണം നടത്തി ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഹമാസിനെയും പാലസ്തീനികളെയും ഇല്ലാതാക്കുകയുമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് ഹമാസിന്റെ തലവൻ യഹിയ സിൻവാർ തന്നെ ആരോപിച്ചു. ജൂലൈ മാസം 2-ാം തീയതി ഞങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വച്ച കരാർ നിബന്ധനകൾ അംഗീകരിച്ചതാണ്. എന്നാൽ ഇസ്രായേൽ അന്ന് ചില വിരുദ്ധാഭിപ്രായങ്ങൾ പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ ഓരോ തവണയും ഇസ്രായേൽ ആ കരാറിലെ നിബന്ധനകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ നിബന്ധന അംഗീകരിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിൽ ഞങ്ങൾ ഒപ്പുവെക്കില്ല എന്നാണ് യഹിയ സിൻവാറിന്റെ നിലപാട്. ഒരു തരത്തിൽ പറഞ്ഞാൽ യഹിയ സിൻവാർ പറയുന്നത് കൃത്യമാണ്. ഈ വെടിനിർത്തൽ കരാർ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു തമാശയാണ്. അവിടെ വെടിനിർത്താൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ല. അവിടെ വെടിനിർത്താൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ആ കരാറിൽ ആത്മാർത്ഥമായി ഇസ്രായേലിന് പങ്കെടുത്തിട്ട് കാര്യമുള്ളൂ. അവിടെ വെടിനിർത്തൽ കരാർ ദോഹയിൽ 2 ദിവസം നടക്കുമ്പോൾ അതിരൂക്ഷമായ ആക്രമണമാണ് മറുഭാഗത്ത് ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയത്. 2 ദിവസത്തിനുള്ളിൽ 69 പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 2 ദിവസത്തിനുള്ളിൽ ഹമാസ് ഭീകരവാദികളടക്കം 139 പേർക്ക് ഗുരുതര പരിക്കേറ്റു എന്നുള്ള വിവരം പുറത്തു വരികയാണ്. മരണസംഖ്യ ഗാസയിൽ കുതിച്ചു വരികയാണ്. അതിരൂക്ഷമായ ആക്രമണം ഗാസയിലും ലെബനോനിലും അടക്കം ഇസ്രായേൽ നടത്തുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ കരാറിൽ വലിയ താല്പര്യമൊന്നും ഇസ്രായേലിനില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് എത്രയും വേഗം
ഗാസയിലെ ഒഴിപ്പിക്കൽ പൂർത്തിയാക്കുക, ഗാസയിൽ നിന്നുള്ള ഹമാസിന്റെ ഉന്മൂലനം സാധ്യമാക്കുക. അതിന് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിന്റെ സഹായവുമുണ്ട്. ജോ ബൈഡന് ഇനി അധിക കാലമില്ലെന്നുള്ളത് ഏവർക്കും അറിയാം. അപ്പോൾ ജോ ബൈഡൻ കഴിഞ്ഞാൽ പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ളതെന്ന് കരുതപ്പെടുന്ന ട്രംപാണ്. അപ്പോൾ ട്രംപ് തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, എത്രയും വേഗം ഗാസയിലെ ഹമാസിനെ കൊന്നു തീർക്കുക, യുദ്ധം അവസാനിപ്പിക്കുക എന്നല്ല അദ്ദേഹം പറഞ്ഞത്, യുദ്ധം വേഗത്തിൽ തീർക്കണം. യുദ്ധം തീർക്കുക എന്നതിൻ്റെ അടിസ്ഥാനം യുദ്ധം പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കുകയല്ല, മറിച്ച് ഗാസയിലെ ഹമാസിനെ അങ്ങ് പൂർണ്ണമായും തീർക്കുക. അതിന് വേണമെങ്കിൽ അമേരിക്കയുടെ ആയുധപ്പുര തുറന്നു തരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രഹരശേഷിയുള്ള അംറാർ മിസൈലുകൾ അമേരിക്ക ഇസ്രായേലിന് കൊടുക്കാൻ തയ്യാറാകുന്നു. ദീർഘദൂര മിസൈൽ 2500 കിലോമീറ്റർ ദൂരം ചെന്ന് കൃത്യമായി ആ ടാർഗറ്റിനെ പ്രഹരിച്ച് തീർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ. അങ്ങനെ ആയുധങ്ങൾ ആവശ്യത്തിലധികം നൽകുന്നു, മാനസിക പിന്തുണ നൽകുന്നു. ഹമാസിനെതിരെയുള്ള യുദ്ധം ശരിയാണെന്ന് ട്രംപ് പറയുന്നു. ഹമാസിനെതിരെ യുദ്ധം ചെയ്തില്ലെങ്കിൽ, ഹമാസിനെതിരെ യുദ്ധം ചെയ്യരുതെന്ന് പറയുന്നവർ ഇസ്ലാമിക ഭീകരവാദത്തെ അനുകൂലിക്കുന്നവരാണെന്ന് ട്രംപ് പറയുന്നു. അങ്ങനെ ജോ ബൈഡനും ഇസ്രായേലിനും പിന്നിൽ ഒരു പാറ പോലെ, ഉരുക്കുപോലെ അമേരിക്ക ഉറച്ചു നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ വെടിനിർത്തലിന് പ്രസക്തിയില്ല എന്ന് കൃത്യമായി ഇസ്രായേലിന് തന്നെ അറിയാം. പക്ഷേ അവിടെയും ഇവരുടെ ചില താല്പര്യങ്ങൾ, ഖത്തറിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഈജിപ്തിൻ്റെയും ഒക്കെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു ചടങ്ങിനെന്നോണം ഈ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് ഇസ്രായേൽ പോകുകയാണ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതൊടുവിൽ ഹമാസിന്റെ തലവൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു, ഈ വെടിനിർത്തൽ ചർച്ചകളെ പ്രഹസനമാക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിന് വെടിനിർത്തലിൽ താല്പര്യമില്ല, ഞങ്ങൾക്ക് മുന്നിൽ പുതിയ പുതിയ നിബന്ധനകൾ വയ്ക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഒരു കാര്യം പറയുന്നത് വളരെ കൃത്യമാണ്, ഒരിക്കൽ ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. ഒരിക്കൽ 7 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സമ്മതിച്ചതാണ്. 7-ാം ദിവസം ഏകപക്ഷീയമായി ഹമാസിന്റെ ഭീകരവാദികൾ തന്നെയാണ് ആ കരാറിനെ അട്ടിമറിച്ചത്. അന്ന് വിട്ടു നൽകാമെന്ന് പറഞ്ഞ ബന്ദികളെ പോലും വിട്ടു നൽകിയില്ല, ബന്ദികളുടെ മൃതശരീരങ്ങൾ പോലും വിട്ടു നൽകിയില്ല. എന്തിനേറെ പറയുന്നു, സ്ത്രീകളെയും കൗമാരിക്കാരികളെയും അതുപോലെ തന്നെ കുട്ടികളെയും പോലും വിട്ടു നൽകാൻ ഹമാസിന്റെ ഭീകരന്മാർ തയ്യാറായിരുന്നില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്, ഒരിക്കൽ ഞങ്ങൾ പറ്റിക്കപ്പെട്ടു, ഇനി ഈ ഹമാസിന്റെയും അല്ലെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഒന്നും തട്ടിപ്പിൽ ഞങ്ങൾ വീഴില്ല. വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കും, അത് എപ്പോഴാണ് വിജയം കാണുന്നതെന്നുള്ളത് പറയാൻ കഴിയില്ല. മറുഭാഗത്ത് ഞങ്ങളിങ്ങനെ ഗാസയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഗാസയിൽ അവശേഷിക്കുന്നത് വളരെ ചുരുങ്ങിയ പ്രദേശങ്ങൾ മാത്രമാണ്, വളരെ ചുരുങ്ങിയ പ്രദേശങ്ങളിൽ മാത്രമാണ് കെട്ടിടങ്ങളുള്ളതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയുടെ 60 മുതൽ 70% പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളും പൂർണ്ണമായും മൺകൂനകളായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവശേഷിക്കുന്ന 30% പ്രദേശത്ത് കൂടി അങ്ങ് തീർത്ത ശേഷം അവിടെ ഹമാസിന്റെ ഉന്മൂലനമാകുക, അതിനുശേഷം ഗാസയുടെ പരിപൂർണ നിയന്ത്രണം സ്വായത്തമാക്കുക. ഇതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിന് മുന്നോടിയായുള്ള വമ്പൻ സൈനിക വിന്യാസമാണിപ്പോൾ ഗാസയിൽ നടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്.